അധ്യായം 19. എൻ്റെ മനസ്സ് വല്ലാതെ പടഞ്ഞു. അപ്പോഴാണ് എൻ്റെ നഗ്നനേത്രങ്ങൾ ആ ദൃശ്യം ദർശിച്ചത്. കാർമേഘങ്ങൾ നീങ്ങിത്തുടങ്ങി. എൻ്റെ ഗുരുനാഥൻ അവസാനം എനിക്ക് ദർശനം നൽകുക തന്നെ ചെയ്തു. വൃഷാലി ഈ ദൃശ്യം ദർശിച്ചിരുന്നു. അവളത് കണ്ടുകൊണ്ട് എൻ്റെ സമീപം വരികയും ചെയ്തു. കർണ, നിന്നെ ഞാൻ എൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് മുക്തനാക്കുന്നു. എന്നാലും എൻ്റെ മനസ്സിലുള്ള ഭീതി ഇപ്പോഴും മാറിയിട്ടില്ല. വിഷമിക്കേണ്ട വൃഷാലി, അരുതാത്തതൊന്നും തന്നെ സംഭവിക്കില്ല. ഞാൻ ആ സമയം ആരായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അവശനായ ഭിക്ഷക്കാരനെ പോലെ പ്രവേശന കവാടത്തിൽ നിൽക്കാനല്ല ഞാൻ ജന്മമെടുത്തത്. എൻ്റെ മുമ്പിൽ വരുന്നവനെ ദഹിപ്പിക്കാൻ എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കണികയിലും പന്തം ജ്വലിക്കുകയാണ്. പ്രവേശന കവാടത്തിൽ നിന്നും ഞാൻ ഒരുവിധം ഉള്ളിൽ കടന്നു. ഗുരുദ്രോണർ മാല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതാണ് കണ്ടത്. ഇരു കൈകളും ഉയർത്തി സർവശക്തിയും ഉപയോഗിച്ച് ഞാൻ അലറി, നിർത്ത്! എൻ്റെ ശബ്ദം കളരിയുടെ ഹൃദയത്തിലേക്ക് കടന്നു. ഇടിനാദത്തെക്കാളും ഉച്ചത്തിലായിരുന്നു അത്. അവിടെ കൂടിയിരുന്നവരുടെ എല്ലാം കണ്ണുകൾ എന്നിലേക്കായി. ഗുരുദ്രോണറുടെ വിറപൂണ്ട കൈകളിൽ നിന്നും മാല താഴെ വീണു. എങ്ങും ശാന്തത പരന്നു. ക്ഷണനേരം കൊണ്ട് ഞാൻ കൽമണ്ഡപത്തിന് കീഴിലെത്തി. അവിടെ കൃപാചാര്യർ നിൽപ്പുണ്ടായിരുന്നു. വയസ്സു മാനിച്ചും ഉപചാരം കൊണ്ടും ഞാൻ അദ്ദേഹത്തെ താണു വണങ്ങി. പടവുകൾ ചാടിക്കയറി നിമിഷ നേരം കൊണ്ട് കൽമണ്ഡപത്തിൽ കയറി നിന്നു. തിളങ്ങുന്ന ദൃഷ്ടിയോടെ ഗുരു എന്നെ നോക്കി. 6 വർഷത്തിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് തനിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹം സ്തംഭിച്ചു നിന്നു. നെറ്റിയിലെ ചുളിവുകൾ ഉയർത്തി അദ്ദേഹം ആരാഞ്ഞു, നീ ആര്? ഒരു വേള ആകാശത്തേക്ക് നോക്കി നമസ്കരിച്ച് ശിരസുയർത്തി ഞാൻ പറഞ്ഞു, കർണൻ. 2 കൈകൾ ഉയർത്തി നഗരവാസികളെ ലക്ഷ്യം വെച്ച് ചുറ്റും തിരിഞ്ഞ് ഉച്ചത്തിൽ ഞാൻ പറഞ്ഞു, ഹസ്തിനാപുരി നിവാസികളെ, യുവരാജാവായ അർജുനൻ ഇവിടെ കാണിച്ച എല്ലാ ആയോധന മുറകളും ഈ കർണൻ ഇവിടെ കാണിക്കാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെ അനുവദിക്കുമോ? കളരിയിലെ നഗരവാസികളെല്ലാം ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നു. എല്ലാവരും കൈകൾ ഉയർത്തി ഉത്തരീയം വീശി വിളിച്ചു പറഞ്ഞു, അയാൾക്ക് അവസരം കൊടുക്കൂ, അവസരം കൊടുക്കൂ. യുവരാജാവെ അർജുനന് വിവാദമില്ലാതെ അപരാജിതനെന്ന് സ്ഥാപിക്കൂ. ബഹളം കേട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് എഴുന്നേറ്റു. അടുത്തിരുന്ന ഭീഷ്മ പിതാമഹനോട് എന്തോ പറഞ്ഞു. കയ്യിലെ യോഗദണ്ഡ് ഉയർത്തിയപ്പോൾ കളരിയാകെ ശാന്തമായി. ഘനഗംഭീര സ്വരത്തിൽ മഹാരാജാവ് പറഞ്ഞു, ഈ കളരി പുരുഷാർത്ഥത്തിന്റെ മാറ്റുകല്ലാണ്. ഈ ഹസ്തിനാപുരിയിലെ ഏത് വീരനും പുരുഷാർത്ഥ പ്രകടനമാവാം. ഗുരുദേവ, ആ സാഹസികനായ യുവാവിന് അവസരം കൊടുക്കൂ. എങ്ങു നിന്നുമുള്ള കയ്യടിയും ഘോഷവും ആ പ്രസംഗത്തെ സ്വാഗതം ചെയ്തു. ഗുരുദ്രോണരും കൃപാചാര്യരും അർജുനനും മണ്ഡപത്തിൽ നിന്നും മാറി നിന്നു. രാജകുലത്തിലെ ആളുകളെയെല്ലാം ഞാൻ ഒരിക്കൽ കൂടി നോക്കി. മണ്ഡപത്തിൽ മുട്ടുകുത്തി ഞാൻ ഭീഷ്മ പിതാമഹനെയും ധൃതരാഷ്ട്ര മഹാരാജാവിനെയും വണങ്ങി. ഏതു നിമിഷത്തിനു വേണ്ടിയാണോ 6 വർഷമായി കർണൻ വെമ്പൽ പൂണ്ടിരുന്നത്, ഏതു നിമിഷത്തിനു വേണ്ടിയാണോ രാപ്പകൽ നോക്കാതെ അധ്വാനിച്ചത്, ഏതു പ്രതീക്ഷയിലാണോ തൻ്റെ എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ചെറിഞ്ഞത്, ആ നിമിഷമിതാ സമാഗതമായിരിക്കുന്നു. ഇന്നൊന്നുകിൽ ആ നീല താമരമാല കഴുത്തിൽ ചാർത്തി വീരജേതാവിനെ പോലെ ഞാൻ മടങ്ങും. അല്ലെങ്കിൽ പരാജിതനായ കർണന്റെ ശവത്തിലൂടെ നടന്ന് നഗരവാസികൾ തിരിച്ചു പോകും. മറ്റൊന്നും ഉണ്ടാവില്ല. ഈ മത്സരം ഇവിടെ അവസാനിക്കും. പൂർണ്ണ വിജയം അല്ലെങ്കിൽ മരണം. അനുഗ്രഹത്തിനായി കണ്ണു ചിമ്മാതെ ഞാൻ ആകാശത്തേക്ക് നോക്കിയിരുന്നു. അതിതേജസ്സാർന്ന പ്രകാശകിരണം എന്റെ ശരീരമാസകലം വ്യാപിച്ചു. കൽമണ്ഡപത്തിൽ നിന്നും ഞാൻ ചാടി താഴെ ഇറങ്ങി. എന്റെ ശരീരം അല്പം പോലും കുലുങ്ങിയില്ല. 7 വെളുത്ത കുതിരകളെ ഒരിടത്ത് കെട്ടിയിരുന്നു. അവയ്ക്ക് നടുവിലെ ഒരു കുതിരയുടെ പുറത്ത് കയറി നിന്ന് ഞാൻ മറ്റു കുതിരകളെ ഓടിച്ചു തുടങ്ങി. എന്റെ നിർദ്ദേശം അറിഞ്ഞ 7 കുതിരകളും മുൻകാലുകൾ ഉയർത്തിപ്പിടിച്ച് ചിനങ്ങാൻ തുടങ്ങി. ഓടുന്ന കുതിരപ്പുറത്തു നിന്നും ഞാൻ ആനപ്പുറത്തേക്ക് കയറി. അതിന്റെ 2 കൊമ്പുകളിലും ചവിട്ടി നിന്നു. പിന്നെ ചക്രകളറിയിലെത്തി. ഭയങ്കര ചക്രം കയ്യിലെടുത്ത് തളിക പോലെ തിരിച്ചു. ഇടയ്ക്ക് അത് ഉയരത്തിൽ പൊക്കിയിട്ടു. താഴേക്ക് വരുന്ന ചക്രത്തെ കൈവിരലുകളിലാക്കി തിരിച്ചു. പിന്നെ കാൽ കീഴിലേക്കിട്ട് കാൽവിരൽ കൊണ്ട് ഗോളം പോലെ തിരിച്ച് ദൂരെ എറിഞ്ഞു. അത് കഴിഞ്ഞ് വാൾപ്പയറ്റിന്റെ കളരിയിലെത്തി. മുമ്പേ തന്നെ അവിടെ 2 യോദ്ധാക്കൾ ഈ 2 വാളുമായി നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു വാൾ കയ്യിലാക്കി. എന്റെ ഒറ്റ പ്രഹരത്തിൽ തന്നെ അവരുടെ വാൾ തെറിച്ച് ദൂരെ പോയി. കൈകൾ തോളിൽ നിന്ന് വിട്ടുപോയ പോലെ അവർ കൈ തടവി തുടങ്ങി.
കൈ തടവിക്കൊണ്ട് അവർ കളരിക്ക് പുറത്തുപോയി. അതിനുശേഷം ഞാൻ കുന്തക്കളരിയിലെത്തി. 5 വിവിധതരം കുന്തങ്ങൾ ഒറ്റ കയ്യിലെടുത്ത് ഓടിവന്ന് 5 ലക്ഷ്യങ്ങളിൽ ഉന്നം വെച്ചെറിഞ്ഞു. വീണ്ടും ഓടിവന്ന് 5 കുന്തങ്ങൾ ആദ്യമെറിഞ്ഞ കുന്തങ്ങളുടെ മരപ്പിടിയുടെ അഗ്രഭാഗത്ത് എറിഞ്ഞു. കുന്തങ്ങളുടെ കൂമ്പാരം ദൃശ്യമായി. പിന്നെ ഞാൻ ഗുസ്തി കളരിയിലെത്തി. 3 പോരാളികൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ശരീരത്തിൽ പുതച്ചിരുന്ന വസ്ത്രം ദൂരെ എറിഞ്ഞു. എൻ്റെ ശരീരം കണ്ട് 2 പേർ ഗുസ്തി പിടിക്കാതെ തന്നെ തോൽവി സമ്മതിച്ചു. ഒരാൾ എന്നെ ദ്വന്ദ്വയുദ്ധത്തിനായി വെല്ലുവിളിച്ചു. ദ്വന്ദ്വയുദ്ധം, വിജയം അല്ലെങ്കിൽ മരണം. രാധേകർണൻ അടുത്ത അധ്യായത്തിൽ തുടരും.